ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് എവരി വൺ, എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ? അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനാണ് മാജിക് ചെയിൻ എന്ന് പറയുന്നത്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഫില്ലിങ് ചെയ്യുന്നതിന് നമ്മൾ കൂടുതലായിട്ട് ഈ മാജിക് ചെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ബേസിക് സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഇതിലേറെ ഭംഗിയുള്ള ഒരുപാട് സ്റ്റിച്ചസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എംബ്രോയ്ഡറീസ്, നിങ്ങളിപ്പോൾ ഈ എംബ്രോയ്ഡറി ഹൂപ്പൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ വെഡ്ഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്? അതിലൊക്കെ കുറേ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള എംബ്രോയ്ഡറീസ് കാണലേ. അതൊക്കെ നമ്മളിവിടെ നമ്മുടെ 1 ഇയർ കോഴ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി 1 ഇയർ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാജിക് ചെയിൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാജിക് ചെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് വരുന്നത് 6 ചാൻസ് ആണ്. അതായത് ഇത്തരത്തിൽ ഒരു ത്രെഡ്, ഇങ്ങനത്തെ ചെറിയ 6 ത്രെഡ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു എംബ്രോയ്ഡറി ത്രെഡ് വരുന്നത്. നമുക്കിത് 3 ആക്കി ചെയ്യാം. നമ്മുടെ ചെയിൻ സ്റ്റിച്ചും 3 ആക്കി ചെയ്യുമ്പോൾ നല്ല നീറ്റും പെർഫെക്റ്റും ആയിരിക്കും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതായത് ഈ ടോട്ടൽ 6നെ ഇതുപോലെ രണ്ട് സൈഡ് 3ഉം 3ഉം ആക്കുക. ഇതിപ്പോൾ 3 ആണ്, ഇതും 3 ആണ്. ടോട്ടൽ 6 ആണ്. ഇതിങ്ങനെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേറൊരു കളർ, 2 കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കളർ ത്രെഡും കൂടിയും 6 ആയി എടുത്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി ഒന്നങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ യെല്ലോയും 6 ആണ്, ഈ യെല്ലോയും 3 ആണ്, യെല്ലോ 3 ആണ്, അതുപോലെ ഈ പിങ്കും 3 ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു ത്രെഡാക്കി ഫോം ചെയ്തെടുത്ത് നീഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു ലൈൻ വരക്കുക. ഇനി ചെയിൻ ചെയ്ത അതേ രീതിയിലാണ് ഇത് ചെയ്യൽ, ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ഇൻസേർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യാനും. ഇതിൽ നമ്മൾ ഒരു കളർ, ഇപ്പോൾ ഏത് കളറിൽ കൂടെ, ഈ കളർ ത്രെഡ് ആദ്യം ഫ്രണ്ടിലൂടെ വൗണ്ട് ചെയ്തെടുക്കുക, നീഡിൽ വൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നീഡിൽ വലിക്കുക. കെട്ട് കുടുങ്ങാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിച്ച് തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഈ ചെയിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇപ്പം നമ്മൾ എടുത്ത പിങ്ക് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുക യെല്ലോ എടുക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. ഈ യെല്ലോ എടുത്തിട്ട് നീഡിലിൻ്റെ ഫ്രണ്ടിലൂടെ വൗണ്ട് ചെയ്യുക. അതുപോലെ നീഡിൽ വലിക്കുന്ന സമയത്ത് നോട്ട്സ് വീഴാൻ നല്ല സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, 2 കളറായിട്ട് ചെയിൻ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ കളർ എടുക്കാം. ഓക്കെ, മാജിക് ചെയിന് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. എല്ലാവരും ഫില്ല് ചെയ്തിട്ട് തന്നെ മോട്ടിഫ് ചെയ്യുക.
ഓക്കെ, ഇനി നമുക്കിത് താഴത്തോട്ട് ലോക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ മാജിക് ചെയിന്. 2 കളറായിട്ട്, ഒരു ചെയിൻ ഒരു കളർ, ഒരു ചെയിൻ ഒരു കളർ, അങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ളൊരു ഒരു സ്റ്റിച്ചാണിത്.